വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒടുവിൽ നമ്മളിപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയൂം 2 ബ്രേക്ക് ഡൗണിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. സീസൺ 5 ആദ്യ 6 എപ്പിസോഡ്സും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വോളിയൂം 2 അവസാനത്തേതും സീസൺ 5 7ാമത്തേതും ആയിട്ടുള്ള എപ്പിസോഡാണ്. ഓരോ ലൊക്കേഷനിലും നടക്കുന്ന ഇൻസിഡൻസ് പരമാവധി ക്ലാരിഫൈ ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന തരത്തിലാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ചെയ്യുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കമോ. വോളിയൂം 2 തേർഡ് എപ്പിസോഡും സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 7th എപ്പിസോഡുമായ ദ ബ്രിഡ്ജ് തുടങ്ങുന്നത് മാക്സിനെ ഇപ്പോൾ റിയൽ വേൾഡിൽ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ലൂക്കസിനെ കാണിച്ചുകൊണ്ടാണ്. ആൻഡ് ഏറെ നാളത്തെ കാത്തിരിപ്പിനിടയിൽ ഇപ്പോൾ മാക്സ് കണ്ണു തുറക്കുന്നു. അവൾക്ക് ഇപ്പോഴും ഫുൾ ബോഡി ഹീലായിട്ടില്ല, ശരീരം വളരെ വീക്കാണ്. പക്ഷെ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിരിക്കുന്ന ലൂക്കസ് അവൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതായി താൻ വിശ്വസിച്ചിരുന്നു എന്ന് പറയുകയാണ്. മാക്സും തന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ലൂക്കസ് തന്നെ കാത്തിരിക്കുന്നതും തനിക്കായി മ്യൂസിക് പ്ലേ ചെയ്യുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ തന്നെ തിരികെ കൊണ്ടുവന്നത് മ്യൂസിക് അല്ല, അവനും അവന്റെ സ്നേഹവുമാണെന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആൻഡ് ഒരു സെലിബ്രേഷൻ എന്നതിലുപരി ഒരു ക്വയറ്റ് റിലീഫ് എന്ന ഫീലിംഗിൽ അവർ പരസ്പരം ഹഗ് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ഇലവനും മൈക്കും ഒക്കെ അവിടേക്ക് എത്തുകയും മാക്സിനെ കണ്ട് ഇലവനും ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. മൈക്കും ഒരു ചെറിയ തമാശയൊക്കെ പറഞ്ഞ് ഇമോഷണൽ സീൻ ഒന്ന് ലൈറ്റ് ആക്കുന്നെങ്കിലും മാക്സ് അവരെ എല്ലാവരെയും വെക്നയെ പറ്റി വോൺ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ വീണ്ടും ടെൻസ്ഡ് ആകുന്നു. താൻ രക്ഷപ്പെട്ട കാര്യം അറിയുമ്പോൾ അവൻ നല്ലതുപോലെ ദേഷ്യം വരുമെന്നും തന്നെ കണ്ടെത്താനും കൊല്ലാനും ശ്രമിക്കുമെന്നും അവൾ പറയുന്നു. ഒപ്പം ഹോളി എവിടെ എന്ന മൈക്കിന്റെ ചോദ്യത്തിനും ഇപ്പോൾ അവൾക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. തന്നോടൊപ്പം ക്യാമസോട്സിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഹോളിയുടെ പോർട്ടൽ എവിടേക്കാണ് നയിക്കുന്നത് എന്ന് തനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം മാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹോളി അപ്സൈഡ് ഡൗണിലാവും എഴുന്നേൽക്കുക എന്ന് കരുതി താൻ അവളോട് വീലേഴ്സിന്റെ വീട്ടിൽ തന്നെ പോയി ഒളിച്ചിരിക്കാനാണ് അഡ്വൈസ് ചെയ്തത് എന്ന കാര്യം കൂടി മാക്സ് എല്ലാവരോടുമായി പറയുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ഹോളിയെ തന്നെയാണ്. അവൾ ഇപ്പോൾ ബോധം വീണ്ടെടുത്തിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഹെൻറി മറ്റുള്ള കുട്ടികളെ സൂക്ഷിച്ചിരുന്ന അതേ ചുമരിൽ എംബഡ് ചെയ്തിരുന്ന നിലയിലായിരുന്നു അവൾ. ഡെറിക്കും മറ്റു കുട്ടികളും കൂടി അവിടെ ബോധമില്ലാതെ ടെന്റക്കിൾസിൽ കണക്റ്റഡ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. ഹോളി ഒരുവിധം സ്ട്രഗിൾ ചെയ്ത് തന്റെ വായിലെ ടെൻഡ്രിൽസ് മാറ്റി ചുമരിൽ നിന്നും ഫ്രീ ആയി പുറത്തു വരികയും അവൾ ചുമയ്ക്കുമ്പോൾ ഒരു ഡാർക്ക് ഷാഡോ പുറത്തേക്ക് വന്ന് എയറിൽ ഡിസോൾവ് ആയി പോവുകയും ചെയ്തു. താൻ ഇപ്പോൾ വെക്നയുടെ ലെയറിനുള്ളിലാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഹെൻറി തന്നെയും ഇപ്പോൾ മുകളിലായി വൈൻസിൽ നിന്നും സസ്പെൻഡഡ് ആയി നിൽക്കുന്നുണ്ട്. ഹോളി മെല്ലെ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ താൻ ഇപ്പോൾ അപ്സൈഡ് ഡൗണിലെ അല്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മുന്നിൽ കാണുന്നത് വിശാലമായ വരണ്ട ഒരു ഡെസേർട്ട് പോലത്തെ സ്ഥലമാണ്. പെട്ടെന്ന് വെക്ന വൈൻസിൽ നിന്നും താഴേക്കിറങ്ങി വരുന്നത് കാണുമ്പോൾ അവൾ ജീവനെ കൊണ്ട് അവൾക്ക് ഒട്ടും അറിയാത്ത ഈ ലാൻഡ്സ്കേപ്പിലൂടെ മുന്നോട്ട് ഓടുകയാണ്. ഇടയ്ക്ക് ഒരിടത്ത് അവൾ കാലിടറി വീഴുമ്പോൾ അവിടെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പോലത്തെ ഒരു റെഡ് പോർട്ടൽ ഗേറ്റ് അവൾ ശ്രദ്ധിക്കുന്നു. പുറകിൽ നിന്നും വെക്നയും ഇപ്പോൾ തന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ ആ ഗേറ്റ് വഴി താഴേക്കിറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗേറ്റിനപ്പുറത്ത് എത്തുമ്പോൾ അവൾ ഒരു ഓപ്പൺ സ്പേസിലൂടെ വളരെ ഉയരത്തിൽ നിന്നും അതിവേഗം താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അവൾ അപ്സൈഡ് ഡൗണിന്റെ ആകാശത്ത് നിന്നുമാണ് താഴേക്ക് വീഴുന്നതെന്നും നമുക്കിവിടെ കാണാം. ഉച്ചത്തിലുള്ള അവളുടെ നിലവിളി ഇപ്പോൾ ഹോക്കിൻസ് ലാബിൽ അലയടിക്കുന്നു. ജോനത്തിനെയും നാൻസിയെയും മെൽറ്റിംഗ് റൂമിൽ നിന്ന് രക്ഷിച്ച ശേഷം അവരുമായി റീഗ്രൂപ്പ് ചെയ്യുകയും തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അവരോട് പറയുകയുമായിരുന്ന ഡസ്റ്റിനും ഒപ്പമുള്ള സ്റ്റീവും എല്ലാവരും ഈ നിലവിളി കേൾക്കുന്നുണ്ട്. അവർ വേഗം ഓടി റൂഫിലേക്ക് എത്തി നോക്കുമ്പോൾ എയറിൽ സസ്പെൻഡഡ് ആയി നിൽക്കുന്ന ഹോളിയെയാണ് അവർ കാണുന്നത്. നാൻസി അവളെ വിളിക്കുകയും സഹായിക്കാനുള്ള വഴി ആലോചിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഹോളി വന്ന ഇടത്തേക്ക് തന്നെ തിരികെ വലിച്ചെടുക്കപ്പെടുന്നു. ആൻഡ് വെക്നയാണ് അവളെ കൊണ്ടുപോയതെന്ന് നാൻസിക്ക് ഉറപ്പാണ്. ഇപ്പോൾ റിയൽ വേൾഡിൽ മറ്റൊരിടത്ത് ഡസ്റ്റിനെ കണ്ടെത്താൻ സഹായിക്കാനായി എറിക്ക കൂട്ടിക്കൊണ്ടുവന്ന അവരുടെ ടീച്ചർ മിസ്റ്റർ ക്ലാർക്ക് അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു മേക്ക് ഷിഫ്റ്റ് എക്സ്പെരിമെന്റിലൂടെ ക്ലാർക്കും എറിക്കയും മുറയും ചേർന്ന് ഡസ്റ്റിന്റെ അപ്സൈഡ് ഡൗൺ കോർഡിനേറ്റ്സ് പിൻ പോയിന്റ് ചെയ്യുന്നു. ആൻഡ് അവർ ഈ വിവരം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്ന ലൂക്കസിനെയും കൂട്ടരെയും അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റിയൽ വേൾഡിലുള്ള ടീം മെമ്പേഴ്സ് മുഴുവനും ഇപ്പോൾ ഹോക്കിൻസ് ലാബിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ഹോളിയെ അന്വേഷിക്കാൻ വീലർ ഹൗസിലേക്ക് പോകണമെന്ന് മൈക്ക് പറയുന്ന അതേ സമയത്ത് അവർക്ക് റേഡിയോയിലൂടെ ഡസ്റ്റിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. അങ്ങനെ ഇലവന്റെ സഹായത്തോടെ അവർ മിലിറ്ററി അടച്ചു വെച്ചിരുന്ന ഒരു മെറ്റൽ ഷീറ്റ് മാറ്റി അതുവഴി അപ്സൈഡ് ഡൗണിലേക്ക് കടന്നുകൊണ്ട് സ്റ്റീവ്, ഡസ്റ്റിൻ, നാൻസി, ജോനത്തൻ എന്നിവരുമായി വീണ്ടും റീയൂണൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവരുടെ ഈ റിലീഫ് അധികം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നില്ല. കാരണം ഹോളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാൻസി ഇപ്പോൾ എല്ലാവരോടും പറയുന്നു. ഇപ്പോൾ റിയൽ വേൾഡിൽ തന്നെയുള്ള ഡോക്ടർ കെ ബേസ് അറ്റാക്കിൽ നടന്ന അറ്റാക്കിന്റെ ഡാമേജസും കാലിയുടെ എസ്കേപ്പും എല്ലാം അസസ് ചെയ്യുകയാണ്. അവരുടെ പ്രയോറിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. ഇലവനെ പിടിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം.
അതിനായി അവർ ലൂറ്റനന്റ് ഏക്കേഴ്സിനോട് വളരെ ഇൻസൾട്ടിംഗ് ആയി സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ ഡോക്ടർ കെ ഇപ്പോൾ എത്രമാത്രം ഡെസ്പറേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടീം ഇപ്പോൾ സ്ക്വാക്കിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഡസ്റ്റിൻ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുകയും അവരോട് കാര്യങ്ങളുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. മുമ്പ് പറഞ്ഞ പോലെ അപ്സൈഡ് ഡൗൺ എന്നത് മറ്റൊരു ഡിമെൻഷൻ അല്ല, അതൊരു വേം ഹോൾ ആണ്. അതായത് സ്പേസ് ടൈമിനെ കീറി മുറിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്. അപ്സൈഡ് ഡൗണിലെ തന്നെ ഹോക്കിൻസ് ലാബിന് മുകളിൽ സസ്പെൻഡഡ് ആയി നിൽക്കുന്ന എക്സോട്ടിക് മാറ്റർ ആണ് അതിനെ കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ആൻഡ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് ഈ സാധാരണ എർത്ത് ആണെങ്കിൽ മറുഭാഗത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു റെൽമാണ്. ആൻഡ് ഡസ്റ്റിൻ ഇപ്പോൾ അതിനെ എബിസ് എന്ന് പേരിട്ട് വിളിക്കുന്നു. ആൻഡ് മിസ്റ്റർ ക്ലാർക്ക് അബിസിന്റെ മീനിങ് പറയുന്നത് പോലെ അത് അഗാധമായ നരകം പോലെയുള്ള ഒരു ലോകമാണ്. ആൻഡ് ഡസ്റ്റിൻ കരുതുന്നത് ഡെമോഗോർഗൻസ്, വൈൻസ്, മൈൻഡ് ഫ്ലെയർ എന്നിങ്ങനെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് തൊട്ട് ഹോക്കിൻസിനെ വേട്ടയാടുന്ന എല്ലാ ഫോഴ്സസിന്റെയും ഒറിജിൻ പ്ലേസ് അബിസ് ആണെന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് 11 ഹെൻറിയെ ബാനിഷ് ചെയ്തതും അപ്സൈഡ് ഡൗണിലേക്കല്ല അബിസിലേക്കാണ്. ബ്രെന്നർ വീണ്ടും 11 കൊണ്ട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വരെ അവൻ അവിടെ ട്രാപ്ഡ് ആയി കിടക്കുകയായിരുന്നു. ആൻഡ് 11 റിമോട്ട്ലി അബിസിനെ സ്പർശിച്ചപ്പോഴാണ് ഈ ബ്രിഡ്ജ് രൂപപ്പെട്ടത്. അപ്പോൾ തൊട്ട് ഹെൻറിയും തിരികെ ഹോക്കിൻസിലേക്ക് കടക്കാൻ അത് ഉപയോഗിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം, അതായത് 4th സീസണിന്റെ ഒടുവിൽ അവരെല്ലാരും ചേർന്ന് തീ കൊളുത്തി അവനെ അപകടപ്പെടുത്തിയ ശേഷവും അവൻ അബിസിലേക്ക് തന്നെയാണ് കടന്നത്. അതുകൊണ്ടാണ് അവർക്ക് ക്രോൾസിലൂടെ അവനെ കണ്ടെത്താൻ കഴിയാതിരുന്നതും. വില്യം ഇപ്പോൾ ഹെൻറി കുട്ടികളെ പിടികൂടുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കുട്ടികൾ വീക്ക് ആയതിനാൽ അവരുടെ മൈൻഡ് ഷേപ്പ് ചെയ്യാൻ ഈസിയാണ്. ഹെൻറി മുമ്പ് വില്ലിനെ യൂസ് ചെയ്ത് അവന്റെ പവർ ആംപ്ലിഫൈ ചെയ്തിരുന്നു. ആൻഡ് ഇപ്പോൾ മറ്റു കുട്ടികളിലൂടെയും അവൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് വേൾഡിനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഹെൻറി പ്ലാൻ ചെയ്തിരുന്നതായി ഹോളി മുമ്പ് പറഞ്ഞതും മാക്സ് ഇപ്പോൾ ഓർക്കുന്നു. സോ ഹോക്കിൻസിനെ ദുർബലപ്പെടുത്തിയ പോലെ തന്നെ ഹെൻറി അബിസിനെയും വീക്കൻ ചെയ്യുകയായിരുന്നു എന്ന് വിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ രണ്ട് വേൾഡും കൂട്ടിയിടിക്കുമ്പോൾ അവ തമ്മിൽ മേർജ് ആകും. അതിനി എത്ര സമയം എടുക്കുമെന്ന് സ്റ്റീവ് ചോദിക്കുന്നെങ്കിലും ആർക്കും കൃത്യമായി അതിനൊരു ഉത്തരം അറിയില്ല. താൻ മുമ്പ് തൊട്ടേ പറയുന്ന തിയറി പ്രകാരം November 6 എന്ന ആ ദിവസം തന്നെയാണ് അത് നടക്കാൻ സാധ്യതയെന്ന് ലൂക്കസ് വീണ്ടും പറയുന്നുണ്ട്. ഹോപ്പർ ഇപ്പോൾ ഒരു വൈൽഡ് ഐഡിയയായി പറയുന്നത് അപ്സൈഡ് ഡൗൺ മിലിറ്ററി ബേസിൽ സ്റ്റേഷൻഡ് ആയ ഒരു ഹെലികോപ്റ്റർ മോഷ്ടിച്ച് അബിസിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ട് കുട്ടികളെ രക്ഷിക്കുകയും വെക്നയെ കൊല്ലുകയും ചെയ്യാം എന്നാണ്. പക്ഷെ ഡസ്റ്റിൻ ഈ പ്ലാന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റെൽമിലേക്ക് ഇത്തരത്തിൽ എത്താൻ ശ്രമിക്കുന്നത് വ്യക്തമായ ഒരു മാർഗമല്ല എന്നാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ സ്റ്റീവ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ പറയുന്നു. ഒരു ഫ്ലാഷ് ലൈറ്റും കോയിൽ സ്പ്രിങ്ങും ഉപയോഗിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവൻ പറയുന്നത് തങ്ങൾ അബിസിലേക്ക് ക്ലൈംബ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ്. പകരം അവർ വെയിറ്റ് ചെയ്യുകയും വെക്ന വേൾഡ്സിനെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന സമയത്ത് ഇവിടെയുള്ള റേഡിയോ ടവർ അബിസിലേക്ക് തുളച്ചു കയറുമ്പോൾ അന്നേരം 11 ഡയറക്ട്ലി അവന്റെ മൈൻഡിലേക്ക് കടന്ന് അവനെ ആംബുഷ് ചെയ്യാം എന്നാണ് സ്റ്റീവിന്റെ ഐഡിയ. ആൻഡ് നാൻസി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് വെക്നയുടെ ലെയറിന് നേരെ താഴെയുള്ള അപ്സൈഡ് ഡൗൺ ലാബ് ടൈം ഫ്രോസൺ ആണ്, അഥവാ സമയം മാറുന്നതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരാതെ തന്നെ നിൽക്കുകയാണ് എന്നാണ്. സോ ബ്രെന്നറിന്റെ സെൻസറി ടാങ്ക് ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സ് അവിടെ തന്നെ ഉണ്ടാവണം. കൂടാതെ മാക്സും തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് 11 ഹെൻറിയുടെ മൈൻഡിലൂടെ ഗൈഡ് ചെയ്യാമെന്ന് ഓഫർ ചെയ്യുന്നു. ഒപ്പം കാലി മിഷന്റെ ഭാഗമാകണമെന്ന് നിർബന്ധം പിടിക്കുന്നു. തങ്ങളുടെ ബിഗ് ബ്രദറിനെ നേരിടുന്ന സമയത്ത് 11 ഒറ്റയ്ക്കായി പോകരുത് എന്നാണ് അവളുടെ പോയിന്റ്. ഒടുവിലായി ഡസ്റ്റിൻ ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടി കൂട്ടിച്ചേർക്കുന്നു. മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരികെ വരുന്നതിനൊപ്പം എക്സോട്ടിക് മാറ്ററിനടുത്തായി അവർ ഒരു ബോംബ് കൂടി പ്ലേസ് ചെയ്യണം. ബോംബ് ഡെറ്റനേറ്റ് ആകുമ്പോൾ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്യുകയും അബിസിനെയും അതുമായി കണക്റ്റഡ് ആയ അവിടുത്തെ എല്ലാത്തിനെയും അത് നശിപ്പിച്ചോളും. സോ ഇപ്പോൾ എല്ലാവരും ഈ ഡെഡ്ലി മിഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നു. ഇടയ്ക്ക് ചില ഇമോഷണൽ മൊമെന്റ്സ് നമുക്ക് കാണാം. സ്റ്റീവും ഡസ്റ്റിനും ഒരു ക്വയറ്റ് മൊമെന്റ് ഷെയർ ചെയ്യുന്നു. മുമ്പ് റൂഡായി സംസാരിച്ചതിന് സ്റ്റീവ് ക്ഷമ ചോദിക്കുകയും എഡ്ഡിയുടെ മരണത്തിന് ശേഷം താൻ ഡസ്റ്റിനെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്തില്ലെന്ന് അഡ്മിറ്റ് ചെയ്യുകയുമാണ്. ഡസ്റ്റിൻ അവനും എഡ്ഡിയും ചേർന്ന് തയ്യാറാക്കിയ വെപ്പൻസിലൊന്ന് സ്റ്റീവിന് കൊടുത്തുകൊണ്ട് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ 11 കാലിയും തമ്മിലും ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. താൻ നേരത്തെ പറഞ്ഞ ഐഡിയ കാലി ഇപ്പോൾ വീണ്ടും റേസ് ചെയ്യുകയാണ്. ബ്രിഡ്ജ് നശിപ്പിക്കുന്നതിനൊപ്പം തങ്ങളും ഇല്ലാതാകണം. അതല്ലെങ്കിൽ ഈ സൈക്കിൾ ഒരിക്കലും അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കും. മിലിറ്ററി അവരെ വെച്ച് കൂടുതൽ കുട്ടികളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. 11 കൃത്യമായി ഇതിനൊരു മറുപടി നൽകുന്നില്ലെങ്കിലും അവളും ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്ക് അവളുടെ സൈലൻസിലൂടെ തന്നെ മനസ്സിലാക്കാം. വിൽ ഇപ്പോൾ ജോയ്സിനൊപ്പം ഇരുന്നുകൊണ്ട് വെക്ന തനിക്ക് കാണിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും താൻ പറഞ്ഞിട്ടില്ലെന്ന് സമ്മതിക്കുന്നു. ഏറ്റവും വേദനിപ്പിക്കുന്ന മെമ്മറീസിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് വെക്ന അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് വിൽ അതിനെ ഫൈറ്റ് ചെയ്തത് തന്റെ ബാല്യത്തിലെ സുരക്ഷിതമായ ഓർമ്മകൾ ഉപയോഗിച്ചാണ്. ബട്ട് ഫൈനലി വെക്ന അതിനെ തകർത്ത് ഉള്ളിലേക്ക് കയറുക തന്നെ ചെയ്തു. വിൽ ബാക്കി പറയുന്നതിന് മുൻപ് മൈക്ക് അവിടേക്ക് കടന്നു വരുന്നു. വിൽ അവനോടും മറ്റ് ടീം മെമ്പേഴ്സിനോടും മുഴുവൻ അവിടേക്ക് ഒത്തുചേരാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും എത്തിക്കഴിയുമ്പോൾ വിൽ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നു. താൻ അവരിൽ നിന്നും ഡിഫറെന്റ് ആണെന്നും എപ്പോഴും അങ്ങനെ ആയിരുന്നുവെന്നും അവൻ പറയുന്നു.
തന്റെ ഫ്രണ്ട്സിൽ നിന്നും വ്യത്യസ്തമായി താൻ പെൺകുട്ടികളോട് താല്പര്യമുള്ള ഒരാളല്ല എന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന റോബിൻ ഒരു ചെറു പുഞ്ചിരിയോടെ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. തന്നെക്കുറിച്ച് ചുറ്റുമുള്ളവർ അറിഞ്ഞാൽ തനിക്ക് എല്ലാം നഷ്ടമാകുന്ന ഒരു ഫ്യൂച്ചറാണ് വെഗ്ന വില്ലിന് കാണിച്ചു കൊടുത്തത്. എന്നാൽ വിൽ പറഞ്ഞു തീരുമ്പോഴുള്ള ജോയ്സിന്റെ മറുപടിയും ജോനത്തന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ പോസിറ്റീവ് റെസ്പോൺസസും അവനിപ്പോൾ ആശ്വാസം നൽകുന്നതാണ്. അവർ ഓരോരുത്തരും തങ്ങൾ വില്ലിനെ വിട്ട് എവിടേക്കും പോകാൻ പോകുന്നില്ലെന്ന് ഉറപ്പു നൽകുന്നു. സോ അവനിപ്പോൾ 11നോട് ഫൈനൽ ബാറ്റിലിന് താൻ തയ്യാറാണെന്ന് പറയുന്നു. ഇപ്പോൾ അവനിൽ നിന്നും പേടി പൂർണ്ണമായും പോയിരിക്കുന്നു. രാത്രി ആകുമ്പോൾ മുറയുടെ ട്രക്ക് യൂസ് ചെയ്തും മിസ്റ്റർ ക്ലാർക്കിന്റെ ഡിവൈസസിന്റെ ഹെൽപ്പോടെയും ഗ്രൂപ്പ് മിലിറ്ററി ബേസിൽ അതിക്രമിച്ചു കയറുന്നു. ഇരുവശത്തു നിന്നും കനത്ത ഗൺഫയർ നടക്കവെ ഹെൽപ്ലെസ് ആയി നിൽക്കുന്ന ഡോക്ടർ കെ നോക്കി നിൽക്കുമ്പോൾ അവർ ട്രക്കിൽ അപ്സൈഡ് ഡൗണിലേക്ക് കടക്കുന്നു. ഹോളി ഇപ്പോൾ കണ്ണു തുറക്കുമ്പോൾ താൻ ഡ്രീം വേൾഡിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കുന്നു. കുട്ടികൾ അവൾക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. ഹെൻറി സത്യത്തിൽ മറ്റു കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മാക്സ് എന്ന ഡീമൺ ഹോളിയെ പറ്റിച്ച് മനസ്സ് മാറ്റിയിട്ടുണ്ട് എന്നും ഹെൻറിയുടെ ലോകത്തെ രക്ഷിക്കാനുള്ള പ്ലാൻ വർക്ക് ആകണമെങ്കിൽ ഹോളിയെ വീണ്ടും തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നും കുട്ടികളെ കൺവിൻസ് ചെയ്തിരിക്കുകയുമാണ്. മാക്സ് ഡീമൺ അല്ലെന്നും ഹെൻറിയാണ് പ്രശ്നക്കാരനെന്നും ഹോളി പറയാൻ ശ്രമിക്കുന്നെങ്കിലും കുട്ടികൾ അവളെ വിശ്വസിക്കാൻ തയ്യാറല്ല. ഹെൻറി അത്രമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾ ഡെറിക്കിനോട് സത്യം അവരെ അറിയിക്കാൻ ആവശ്യപ്പെടുന്നെങ്കിലും ഹെൻറി തന്റെ ഫാമിലിയെ വെച്ച് മുമ്പ് ഭീഷണിപ്പെടുത്തിയത് മനസ്സിലുള്ളതിനാൽ അവനും ഇപ്പോൾ അവളുടെ പക്ഷം പിടിക്കാൻ വിസമ്മതിക്കുന്നു. തുടർന്ന് ഹോളി കുട്ടികളെ ഫൈറ്റ് ചെയ്യാൻ മുതിരുകയും റേഡിയോ എടുത്ത് അവരിൽ പലരെയും അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബഹളത്തിനിടെ അവളുടെ കഴുത്തിലെ മാല പൊട്ടിപ്പോവുകയും ഹോളി സ്റ്റേഴ്സിൽ നിന്നും താഴെ വീണ് ഇഞ്ചേർഡ് ആവുകയുമാണ്. ഷോയുടെ ഫൈനൽ മൊമെന്റ്സിൽ ഒരു കൾട്ട് റിച്വലിനൊക്കെ സമാനമായ തരത്തിൽ കാൻഡിൽസ് തെളിയിച്ചു വെച്ച ഒരു ടേബിളിന് ചുറ്റും ഹെൻറിയും കുട്ടികളും ഇരിക്കുകയാണ്. ഹോളിയും ആ കൂട്ടത്തിലുള്ളതായി നമുക്ക് കാണാം. പെട്ടെന്ന് കുട്ടികൾ പൊസസ്ഡ് ആയ വെളുത്ത കണ്ണുകളുമായി ഒരേപോലെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു. ഹെൻറിയുടെ പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സോ അതാണ് ചാപ്റ്റർ 7 ദ ബ്രിഡ്ജ് എന്ന 7th എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ആൻഡ് ന്യൂ ഇയർ ദിവസം രാവിലെയാണ് ദ ഗ്രാൻഡ് ഫിനാലെ ആയ വോള്യൂം 3ലെ ഒരു എപ്പിസോഡ് എത്തുന്നത്. സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് എപ്പിസോഡായ ദ ബ്രിഡ്ജിൽ പറ്റിയ ക്ഷീണവും കൂടെ മാറ്റുന്ന തരത്തിൽ ഒരു അതിഗംഭീര എപ്പിസോഡ് ആൻഡ് ഫൈനൽ ഷോ ഡൗൺ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പിസോഡ് ഇറങ്ങിയാൽ അധികം വൈകാതെ നമുക്ക് അതിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് എത്രയും വേഗം വീണ്ടും കാണാം. അതുവരെ ബൈ.